റിലീസ് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയത്. മുറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം ഒരു ഭയങ്കര എൻഗേജിങ് ആയി കൊണ്ടുപോകുന്ന നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ടെക്നിക്കൽ സൈഡും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ് മുറ. അതായത് കപ്പേള എന്ന സിനിമയ്ക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത സിനിമയാണ് മുറ. ഈ സിനിമയിൽ കാണിക്കുന്നത് ഒരു തിരുവനന്തപുരത്തെ ഒരു ടീം, അനി, രമ എന്നിവർ വരുന്ന ഒരു ടീമാണ്, ഗുണ്ടാ ടീമാണ്. അത്യാവശ്യം നല്ല പേര് കേട്ട വലിയ പുള്ളികളാണ്. അവർക്ക് കീഴിൽ 4 സുഹൃത്തുക്കളുണ്ട്. അവർ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അവൻ്റെ വർക്ക് കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വലിയൊരു വർക്ക് ഏൽപ്പിക്കും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. അതിൻ്റെ പെർഫോമൻസ് വൈസ് ആയാലും നമ്മുടെ ഹരുൺ മറ്റേ ലീഡ് റോള് ചെയ്ത 4 പയ്യന്മാരിലെ പുള്ളി ഗംഭീരമായിരുന്നു കേട്ടോ. പുള്ളിയുടെ പെർഫോമൻസ് പുള്ളി ഭയങ്കരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ചെയ്യുന്ന നമുക്ക് ഒരു നല്ലൊരു പെർഫോമറിനെ കൂടെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെർത്തായിട്ടുള്ള ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളി ഒരു നല്ല റോൾസ് എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സുരാജ് വെഞ്ഞാറമൂട് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എടുത്തു പറയേണ്ട മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റോ ബേബിയാണ്. അതിൻ്റെ എഡിറ്റിംഗ്, ചമ്മൻ ചാക്കോ എല്ലാവരും അടിപൊളിയായിരുന്നു. അതിൻ്റെ റൈറ്റിങ്ങും ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. കപ്പയാള സിനിമയേക്കാൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഡയറക്ടർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ പ്രൊഡക്ഷൻ അതിനനുസരിച്ചുള്ള ആ ക്വാളിറ്റി സിനിമയിൽ ഉടനീളം കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നു. ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ആ ട്വിസ്റ്റൊക്കെ ഗസ് ചെയ്യും. സോ ആ ഒരു പ്രശ്നം മാത്രമേ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ആ യൂഷ്വലിൽ നിന്നും വേറെ എന്തെങ്കിലും കൂടെ ചെയ്യായിരുന്നു എന്ന് തോന്നി. പക്ഷേ നമുക്കറിയാം ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഗസ് ആവും ഈ പടം അങ്ങനെയാണ് പോകുകയെന്ന്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ അവരുടെ നല്ലൊരു പെർഫോമൻസും ആ 4 പേരുടെ ഗംഭീര പെർഫോമൻസും നല്ല മേക്കിംഗ് ക്വാളിറ്റിയും നല്ല സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ളത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് ഉറപ്പായും സാധ്യതയുള്ള സിനിമയാണ് മുറ. ഞാൻ പറഞ്ഞ പോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സാണ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്, സിനിമാറ്റോഗ്രഫിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡും വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡീസൻ്റ്ലി റിട്ടേൺ ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ് മുറ. അപ്പോൾ തിയേറ്ററിലുണ്ട്, പോയി കാണുക. ഞാൻ ലേറ്റായി, കുറേ പേര് കണ്ടു കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.